Hi friends, welcome back to your channel. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതും നല്ലൊരു സിമ്പിളായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാൻ. നമുക്കിത് കണ്ടാൽ തോന്നും നല്ല ടഫാണെന്ന്, പക്ഷെ വെരി സിമ്പിൾ ആൻഡ് വെരി ബ്യൂട്ടി. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും നേരം കളയേണ്ട, നേരെ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒട്ടും നേരം കളയേണ്ട, നേരെ വീഡിയോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രീപ്പ് പേപ്പറിൻ്റെ റെഡ് കളറാട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം, പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് കളറൊക്കെ എടുക്കാം. ഈ ക്രീപ്പ് പേപ്പറിൻ്റെ വലിയ ഷീറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് 10 രൂപയാണ്. 5 രൂപേൻ്റേത് ഉണ്ട്, അത് ഒരു A4 ഷീറ്റൊക്കെ അല്ല, അതിൻ്റെ വലുപ്പത്തിലുള്ളതാണ്. ഇത് കൂടുതൽ ഫ്ലവർ ഉണ്ടാക്കാൻ തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ ഞാൻ നേരെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. 2-3 മടക്ക് മടക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറൊന്നും നിങ്ങൾ കളയാതെ സൂക്ഷിച്ചേക്കുക. ഞാൻ വേസ്റ്റ് പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുന്നത്തെ വീഡിയോയിലോ ആണ് തോന്നുന്നു, അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ബോക്സിൽ കളക്ട് ചെയ്ത് വെക്കാറാണ് ഈ വേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ അട്ടി അവിടെ അതും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മടക്കുള്ളത് നമ്മളിത് മടക്കി കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് എന്താ പറയുക, കുറേ പേപ്പേഴ്സായി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതാ നമുക്ക് കുറേ പേപ്പേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ കട്ട് ചെയ്തപ്പോൾ. ഇനി നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുക്കാം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്ന കമ്പി എന്ന് പറയും, വയറ്. അപ്പോൾ അതെടുക്കുക. ഇതാണ് സാധനം. ഇതിൻ്റെ ഗോൾഡും നമുക്ക് കടയിൽ ലഭ്യമാണ്, അതുപോലെ തന്നെ സിൽവറും ലഭ്യമാണ്. ഇനി നമുക്കിതാ നടുവിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. നമ്മളിതാ ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ബോൾ രൂപത്തിലാക്കണം. അപ്പോൾ ഈ വേസ്റ്റായി പോകുന്ന പേപ്പറൊന്നും നമ്മൾ കളയരുത് കേട്ടോ. ഇനിതാ ഞാനിതൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാറ്. ഈ വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് വേറെ വീഡിയോ ചെയ്യണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ലീഫ് ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ ഗ്രീൻ കളറുള്ള ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലീഫിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കമ്പി വെച്ചിട്ട് അതിനായിട്ടുള്ള സ്റ്റെം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള മോതിരം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനായിട്ടുള്ള സ്റ്റെം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ കുടുക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ടുള്ള ലീഫ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലീഫ് വെച്ചിട്ട് വരാം. ഇത് നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ലീഫൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ ഗ്രീൻ സെല്ലോ ടാപ്പ് സ്റ്റെമ്മ ചുറ്റണം. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ സെല്ലോ ടാപ്പൊക്കെ ഒട്ടിച്ച് നമ്മുടെ പൂ ഇതാ അടിപൊളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ 2 പൂക്കളുണ്ട് എൻ്റെ അടുത്ത്. അപ്പം ഇതാണ് ഗായ്സ് ലാസ്റ്റ് ലുക്ക്.